വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യം നമ്മുടെ മുൻപിലേക്ക് വരുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിശ്വസ്ത പ്രതിയായ MDMA കേസ് തന്നെയാണ്. ഈ കേസിന്റെ അന്വേഷണം നിലയ്ക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അതായത് രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് അന്വേഷണം വേണ്ട, സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കേണ്ട, ഫോൺ കോളുകൾ പരിശോധിക്കേണ്ട തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയധികം രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇത്രയധികം സാമ്പത്തിക ഇടപാടുകളടക്കം നടന്ന കേസായിട്ടും പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിക്കുന്നില്ല ഈ സർക്കാർ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കേസിൽ നമ്മൾ ഇത്രയും കണ്ടതിനപ്പുറത്തേക്ക് മറ്റൊന്നും പുറത്തു വരാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൊച്ചിയിൽ നിന്ന് തിയോഫിൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് ഈ കേസിന്റെ അന്വേഷണ വഴികളെ കുറിച്ച് പറയാനായി. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. തിയോഫിൻ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ അടുപ്പക്കാർ പ്രതികളായ MDMA കേസ്, അതിന്റെ അന്വേഷണം നിലയ്ക്കുന്നു എന്നതാണോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത? സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു സാധാരണ ഒരു MDA കേസ് അല്ലെങ്കിൽ ഒരു ലഹരി കച്ചവട കൈമാറ്റ കേസ് ആയി ഒതുങ്ങുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു പ്രത്യേക അന്വേഷണ സംഘം നിലവിലില്ല. എന്നാൽ തന്നെയുമല്ല, ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം ചന്ദേര CI കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയിരുന്നു. ചന്ദേര CI ആയിരുന്നു ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. നിലവിലിപ്പോൾ മറ്റൊരാൾക്ക് ചുമതല നൽകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ MDMA കേസിൽ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർ പിടിയിലായ MDMA കേസ്, പെരുമ്പാവൂർ സ്വദേശികളാണ്, കാസർഗോഡ് വെച്ചാണ് പിടിയിലായത്. ചന്ദേര പോലീസ് എടുത്ത കേസാണിത്. സാധാരണ രീതിയിലുള്ള ഒരു പോലീസ് ഒരു സ്ഥലത്ത് മയക്കുമരുന്ന് പിടികൂടുമ്പോൾ എടുക്കുന്ന ഒരു ചെറിയ കേസായി അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഇതിനെ ഒതുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കേസിൻ്റെ ഒരു മാനമനുസരിച്ചാണെങ്കിൽ ഇതിനൊരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇടപെട്ട് നടത്തേണ്ട ഒരു കേസാണ്. അത്രയധികം ഇടപാടുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അത്രയധികം രാഷ്ട്രീയ ബന്ധങ്ങളും അല്ലാതെയുള്ള ഒരുപാട് ബന്ധങ്ങൾ, പണമിടപാടുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ഈ അന്വേഷണം പോയിട്ടില്ല. ഒരു സാധാരണ മയക്കുമരുന്ന് കേസായി തന്നെ കൈകാര്യം ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിൽ ഒരു അലിഖിത നിർദ്ദേശം മുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വിവരങ്ങൾ കൈമാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിവര കൈമാറ്റം നടന്നിട്ടില്ല. ഒരു സാധാരണ കേസായി തന്നെ ഇത് ഏറ്റവും ഒടുവിൽ ഒടുങ്ങുകയാണ്. ആദ്യ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത് 4 പേർ MDMAയുമായി പിടിയിലായിരുന്നത് മാത്രമാണ്. പിന്നീടാണ് ഇത് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ അടുപ്പക്കാരാണെന്ന കാര്യം വ്യക്തമായത്. അതിനുള്ള തെളിവുകളും പിന്നീട് വന്നു. ഇവർക്കൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതുമായ ചിത്രങ്ങൾ, ഫോട്ടോകൾ, റീലുകളൊക്കെ വന്നു. മുഖ്യമന്ത്രി ഇവരുടെ വീട്ടിൽ പോകുന്നു. ഈ പ്രതികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വീട്ടിലേക്ക് വരുന്നു. അതെല്ലാം ഉണ്ട്. നമുക്കറിയാം, അലോഷ്യസ് സേവ്യറിനെ പോലും മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള സ്ഥലത്താണ് ഇത്രയും സ്വതന്ത്രമായി ഇവർക്ക് മുഖ്യമന്ത്രിയുടെ പറവൂരിലെ വീട്ടിൽ ചെന്ന് കാണാൻ, അവിടെ കേക്ക് മുറിച്ച് ആഘോഷങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞ കള്ളങ്ങളെല്ലാം അവിടെ പൊളിഞ്ഞു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും അന്വേഷണത്തിലേക്ക് വരാം നമുക്ക്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിലെ പോലീസിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചോ, ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചോ അന്വേഷണം ആവശ്യമില്ല എന്ന രീതിയിലാണ് ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓരോരോ ഭാഗമായി എടുക്കാം. ആദ്യം ഫോൺ കോളുകളിലേക്ക് വരാം. തിയോഫിൻ, ഈ പ്രതികൾ പിടിയിലാകുന്ന ദിവസവും അതിന്റെ തലേ ദിവസവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന പ്രാഥമിക വിവരം എന്ന് പറയുന്നത്. ആ പേരുകൾ പുറത്തു വന്നാൽ ഒരുപക്ഷെ കേരളം ഞെട്ടാനുള്ള സാധ്യതയടക്കമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു കാരണവശാലും അന്വേഷണം പോകരുത്. അതുകൊണ്ട് കോൾ ഡീറ്റെയിൽസ് റെക്കോർഡിംഗ് എടുക്കേണ്ട, ഇതാണോ തീരുമാനം? ഇതോരോന്നായി നമുക്ക് പരിശോധിക്കാം. ആദ്യം കോൾ ഡീറ്റെയിൽസിന്റെ കാര്യം. അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതികൾ നടത്തിയ ഫോൺ കോളുകൾ, ഇവർ പിടിയിലാകുന്ന ദിവസവും അതിനു മുൻപും അതിനുശേഷവും ഒക്കെ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു നിശ്ചിത കാലയളവ് എടുത്താൽ വളരെയധികം ഫോൺ കോളുകൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ വെളിവാകുന്ന രീതിയിലുള്ള ഫോൺ കോളുകളുണ്ട്. ഇതൊക്കെ പോലീസിന് ആദ്യമേ വ്യക്തമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ട എന്ന നിലയിലേക്കുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. സാധാരണഗതിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായി, അതായത് ഒരു ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ച് കഴിയുമ്പോൾ ആ ഫോൺ ആരെ വിളിച്ചു, ആ വിളിച്ചയാളെ അന്വേഷിച്ച് പോകും, അവരുടെ ബന്ധങ്ങൾ അന്വേഷിക്കും. ഇവർക്ക് ഇത്തരത്തിലുള്ള ലഹരി ബന്ധങ്ങളുള്ള ലഹരി കടത്ത് ശൃംഖലകളുടെ കണ്ണികളാണോ എന്ന രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോകും. പക്ഷേ ഇത് അങ്ങനെ പോകേണ്ടി വരുന്നില്ല. അതിനു മുമ്പ് തന്നെ ഇത് രാഷ്ട്രീയ ബന്ധങ്ങളാണെന്ന് വ്യക്തമാകുന്നു. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടർന്നു പോയാൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഇവർ പ്രതികളാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എന്ന്, അതായത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി തന്നെ എന്തുകൊണ്ട് മറ്റുള്ളവരുമായി, അപ്പോൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ചാണെങ്കിൽ
ഇതുവരെ ലഭിച്ച ഫോട്ടോകളും വീഡിയോകളും മാത്രമാണ് വി ഡി സതീശനുമായി അടുപ്പം വ്യക്തമാക്കുന്നത്. മറ്റു നേതാക്കളുമായുള്ള അടുപ്പവും ബന്ധവും വ്യക്തമാക്കുന്ന രേഖകൾ അത് ഈ ഫോൺ കോൾ ലിസ്റ്റിലൂടെ ലഭിക്കും. അപ്പോൾ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങും. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെയും കോൺഗ്രസ് പാർട്ടിയെയും അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ കൂടുതൽ ഈ ഫോൺ കോൾ റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാത്തത്. ഇവരുടെ ലൊക്കേഷനുകൾ, വാട്സാപ്പ് ചാറ്റുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദമായി എന്തായാലും പരിശോധിച്ചിട്ടില്ല, അതിലേക്ക് പോയിട്ടുമില്ല. കാരണം ആ വിശദമായി അത് പരിശോധനയിലേക്ക് പോകണമെങ്കിൽ അതിനൊരു പ്രത്യേക അന്വേഷണ സംഘം വേണ്ടിവരും. ആ അന്വേഷണ സംഘം സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി മറ്റു വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാത്തത്. അത് ഒരു സാധാരണ MDMA കേസുമായി അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് പോകണ്ട എന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഫോൺ കോളുകളിലേക്ക് പോയാൽ പല പ്രധാനപ്പെട്ട പേരുകളും ഇവർ സംസാരിച്ച പല പ്രധാനപ്പെട്ട പേരുകളും വെളിയിൽ വരും. അപ്പോൾ സ്വാഭാവികമായും അവരുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ച് പൊതുസമൂഹം അറിയും. അത് സർക്കാർ ആഗ്രഹിക്കുന്നില്ല, കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അത് ഫോൺ കോളിന്റെ കാര്യം. ഇനി സാമ്പത്തിക ഇടപാടുകൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ തിയോഫിൻ? ഈ മയക്കുമരുന്ന് പിടികൂടിയ ദിവസവും അതിന്റെ തലേ ദിവസവുമായിട്ട് ഈ പ്രതികൾ ഏകദേശം 53 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ആദ്യം ലഭ്യമായിരിക്കുന്ന വിവരം. ഹവാല ഇടപാടടക്കം സംശയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസിലേക്കോ ട്രാൻസാക്ഷനുകളിലേക്കോ പോകേണ്ട എന്നതാണോ അടുത്ത നിർദ്ദേശം? മനു, അതും അതായത് ഈ സാമ്പത്തിക ഇടപാടും ഇവരുടെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ടുള്ള കണ്ണികൾ എന്ന് സംശയിക്കുന്ന ചിലരുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മാത്രം പരിശോധിച്ച് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതിനെല്ലാം തട വരുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നിലവിൽ ചന്ദേര പോലീസ് അന്വേഷിച്ച വിവരം അനുസരിച്ചാണെങ്കിൽ ഈ പ്രതികൾ, അതായത് ഈ പ്രധാന പ്രതിയുമായി ബന്ധപ്പെട്ട ഒരു റിയ എന്ന പെൺകുട്ടിയുണ്ട്. ഇവർ ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവരുടെ കണ്ണിയാണോ, ഇവരുമായി ബന്ധമുണ്ടെന്നത് വ്യക്തമായിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് കൈമാറിയ പണത്തിൻ്റെ കണക്ക് അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ് അന്വേഷിച്ചിട്ടുള്ളത്. പക്ഷേ ലക്ഷങ്ങളുടെ അല്ല, കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ ഈ പ്രതികൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു പക്ഷേ ഈ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുമ്പോഴും മറ്റ് കണ്ണികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അന്തർ സംസ്ഥാന രാഷ്ട്രീയ ബന്ധങ്ങൾ ഒരു പക്ഷേ അത് കേരളത്തിന് പുറത്ത് തന്നെയുള്ള, കാരണം ബംഗളൂരുവാണ് ഒരു ഈ പോലീസ് അന്വേഷിച്ച് ചെന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള, അതായത് റിയ എന്ന പെൺകുട്ടിക്ക് കൈമാറിയിട്ടുള്ള, റിയയ്ക്ക് പണം കൈമാറിയിട്ടുള്ളത് ബംഗളൂരുവിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ബംഗളൂരു കൂടി കേന്ദ്രീകരിച്ചിട്ടുള്ള ബന്ധങ്ങളിലേക്ക് അത് പോകുന്നു. ഒരുപക്ഷെ കർണാടക കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മറ്റ് കോൺഗ്രസ് പ്രവർത്തകരോ നേതാക്കളോ ഇവരുമായി കണക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ചിലപ്പോൾ ഒരുപക്ഷെ ആ നിലയിലേക്കും കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലേക്ക് അന്വേഷണം പോകാത്തത്. അപ്പോൾ നിലവിൽ ഈ പ്രതികളെന്ന് ഇവർ പോലീസ് കണക്ക് കൂട്ടിയിട്ടുള്ള ആദ്യഘട്ടത്തിൽ ചില സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ് പരിശോധിച്ചിട്ടുള്ളത്. അതിൻ്റെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. തന്നെയുമല്ല, അന്തർ സംസ്ഥാന സാമ്പത്തിക കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിലൊരു പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടേണ്ടതുണ്ട്. അങ്ങനെയുള്ള സഹായം തേടലും പോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശൃംഖല എന്ന് പറയുന്നത് നൈജീരിയ കേന്ദ്രീകരിച്ചാണ്. ഇവർക്ക് ആ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന വിവരങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ വിദേശയാത്രകൾ പലതും സംശയ നിഴലിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് മാത്രമേ വിദേശ ബന്ധങ്ങൾ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവർക്ക് വിവരങ്ങൾ കൈമാറേണ്ടത് അത്യാവശ്യമാണ്. അതും വിലക്കുകയാണോ? പൂർണ്ണമായ വിവരങ്ങൾ NCBക്ക് കൈമാറേണ്ട എന്നതാണോ തീരുമാനം? മനു, വലിയ അളവിലുള്ള ഒരു കൈമാറ്റം അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങൾ തന്നെയല്ല, രാജ്യത്തിനകത്തുള്ള ബന്ധങ്ങൾ തന്നെയാണെങ്കിൽ പോലും അത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അതിൻ്റെ വിവരങ്ങൾ കൈമാറി അവരുടെ കൂടി സഹായത്തോടുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടെ മനു സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ മുഖ്യപ്രതിയായ സലാം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 6 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. മലേഷ്യയിലേക്ക് പോയി, തായ്ലൻഡിലേക്ക് പോയി, UAE പലവട്ടം പോയി അത്തരത്തിലുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഈ യാത്രകൾ ഇത്തരത്തിലുള്ള ലഹരി കൈമാറ്റത്തിന് അല്ലെങ്കിൽ ലഹരി കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതിനും വിശദമായ അന്വേഷണം വേണം. അത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ മാത്രം, പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ മാത്രം നിന്ന് SHOയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം കൊണ്ട് മാത്രം ഇത് എവിടേക്കും എത്തില്ല ഈ കേസ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിനകത്ത് ആവശ്യമായി വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വിവരങ്ങൾ NCBക്ക് കൈമാറിയിട്ടില്ല. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് കൈമാറുകയും അവരുടെ കൂടി സഹായത്തോടു കൂടി മറ്റു കാര്യങ്ങൾ അന്വേഷിക്കണം. മറ്റ് സംസ്ഥാന തല, ഇതര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ, അത്തരത്തിലുള്ള മറ്റ് കണ്ണികളുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇതൊക്കെ NCBയുടെ സഹായം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിവര കൈമാറ്റം ഇവിടെ നടന്നിട്ടില്ല. തന്നെയുമല്ല, കേന്ദ്ര ഏജൻസികളുടെയും മറ്റ് സംസ്ഥാന
സേനകളുടെയും ഒക്കെ അന്വേഷണം കൂടി സഹായം കൂടി ഇതുമായി ബന്ധപ്പെട്ട ഈ ലഹരി കടത്ത് നേരത്തെ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി പറഞ്ഞതാണിത്. അത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി സേനകളുടെ പോലീസ് സേനയുടെ സഹായം തേടും, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സഹായം ഉൾപ്പെടെ തേടും. അത്തരത്തിലുള്ള ബന്ധങ്ങൾ കൂടി അന്വേഷിച്ച് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ശൃംഖലകളുണ്ട്. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്കും ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ മയക്കുമരുന്ന് കൈമാറ്റം നടക്കുന്നുണ്ട്, ഇടപാടുകൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഇത്തരത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ സേനകളുമായി ബന്ധപ്പെട്ടും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സഹായം കൂടി വേണം. അങ്ങനെ അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ട് പോലും ഈ ഒരു കേസിൽ നമുക്കറിയാം, ഇതിനകത്ത് വ്യക്തമാണ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടാണ് ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ബാംഗ്ലൂരിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്, അവിടെ നിന്ന് മയക്കുമരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നും വ്യക്തമായതാണ്. എന്നിട്ട് പോലും അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അന്വേഷണം പോയിട്ടില്ല. മനു, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ തിയോഫിൻ, നമ്മൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. ഈ കേസ് പിടികൂടി, ഈ പ്രതികളെ പിടികൂടിയിട്ട് ഇത്രയും ദിവസമായി, ഇതുവരെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് താല്പര്യം തോന്നിയിട്ടില്ല. തിയോഫിൻ, അത്ഭുതം തോന്നുന്നില്ലേ? ഒരു കേസിൽ ഇത്രയധികം ദിവസമായിട്ടും ആ പ്രതികളെ ഒന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ പോലും അന്വേഷണ സംഘത്തിന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ? ഒരു സാധാരണ കേസാണെങ്കിൽ പോലും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ കസ്റ്റഡി അപേക്ഷ വയ്ക്കും, കസ്റ്റഡിയിൽ വാങ്ങുന്നു, തുടർച്ചയായുള്ള തെളിവെടുപ്പ്, അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ, അങ്ങനെയുള്ള നടപടികളിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ എന്തായാലും ഈ പെരുമ്പാവൂരിലുള്ള 4 പ്രതികൾ കസ്റ്റഡിയിലായ കേസ്, അത് കാസർഗോഡ് ചന്ദേര പോലീസ് എടുത്ത കേസ്, ആ പോലീസിൻ്റെ തുടർ അന്വേഷണം ഉണ്ടായിട്ടില്ല. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയോ മറ്റ് തെളിവെടുപ്പിലേക്കോ കൂടുതൽ പ്രതികളുമായുള്ള ബന്ധം, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് എവിടേക്കും പോയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് പോലീസ് എടുത്ത ഒരു സാധാരണ മയക്കുമരുന്ന് കേസായി അത് അവസാനിച്ച് തീരാനാണ്. കാരണം മയക്കുമരുന്ന് പിടികൂടിയിട്ടുണ്ട്, അപ്പോൾ അത് തൊണ്ടി മുതലായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണോ നീക്കമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു പക്ഷേ അത് അവസാനിപ്പിക്കാനാണ് സാധ്യത. ഈ പിടിയിലായ 4 പ്രതികളെ കൊണ്ട് കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടക്കുന്നത്. എന്തായാലും അത് അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കണ്ണികളിലേക്ക് അന്വേഷണം പോകില്ല. മറ്റ് നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്കോ മറ്റുള്ളവർക്കോ ഇവരുമായി അടുപ്പമുള്ളവർ ഇവർക്ക് എന്തെങ്കിലും ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. വിദേശത്ത് നിന്ന് ഈ മയക്കുമരുന്ന് എത്തിക്കാൻ ഇവർ ഏതെല്ലാം രീതിയിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി പുറത്തു വരേണ്ടതുണ്ട്. കാരണം പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം വ്യക്തമാണ്, ഉന്നതതല ബന്ധമുള്ളവരാണ്. ആ ബന്ധങ്ങൾ ഇവർ ലഹരി കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി തന്നെ പുറത്തു വരേണ്ടത്. കൂടുതൽ ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ടോ, കൂടുതൽ പേർ ഇവരുമായി ബന്ധപ്പെട്ടുള്ള വലിയ ശൃംഖല ഇതിനകത്ത് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി തെളിവ് സഹിതം ഇത് പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ അവിടേക്കൊന്നും കാര്യങ്ങൾ പോകാതെ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വിവരങ്ങൾ കൈമാറാതെ ചന്ദേര പോലീസ് എടുത്ത ഒരു ചെറിയ മയക്കുമരുന്ന് കേസുമായി മാത്രമായി ഇത് അവസാനിക്കുന്നു. നിലവിലിപ്പോൾ SHOയ്ക്ക് ട്രാൻസ്ഫർ കൂടി വന്നതോടുകൂടി അത് മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിട്ടുമില്ല. നിലവിൽ ഈ മയക്കുമരുന്ന് MDMA കേസിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർ പിടിയിലായ MDMA കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, താങ്ക് യു തിയോഫിൻ. തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങൾ സമഗ്രമായി സംസാരിച്ചത്.